ഇന്നെല്ലാരും പറയുന്ന ഒരു കാര്യമാണ്. ഒട്ടും സമയമില്ല. പെട്ടെന്നങ്ങ് ദിവസങ്ങളങ്ങ് പോകും. പെട്ടെന്ന് ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ പെട്ടെന്നങ്ങ് കടന്നു പോകുന്നു. ഒട്ടും സമയം കിട്ടുന്നില്ല. ഒരു ദിവസം നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ അതിനകത്ത് 24 മണിക്കൂറൊന്നും ഇല്ല എന്നൊരു തോന്നൽ നമുക്കൊക്കെ ഉണ്ടാവുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? സത്യത്തിൽ ഭൂമിയുടെ കറക്കത്തിനോ അല്ലെങ്കിൽ നമ്മൾ ഈ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്കോ ഒരു തരത്തിലുള്ള സമയത്തെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു വ്യത്യാസവും വന്നിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഓരോ ദിവസവും പെട്ടെന്ന് പോകുന്നതായിട്ടും നമ്മുടെ വർഷങ്ങളെല്ലാം പെട്ടെന്ന് പോകുന്നതായിട്ടും നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോ ഒരു 10, 25 അല്ലെങ്കിൽ അതിന് മുകളിൽ വയസ്സുള്ള ഒരാളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഒരു 90ന്റെ എൻഡിങ്ങും 2000 സ്റ്റാർട്ടിങ്ങും ആ ഒരു സമയത്തോടെ ജനിച്ച ആളുകളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കറക്റ്റായിട്ട് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവും. കാര്യം അവർ 2 ജനറേഷൻ കണ്ടിട്ടുണ്ട്. അതായത് മൊബൈലും ബാക്കി കാര്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു ജനറേഷൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ളൊരു ജനറേഷൻ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ നമുക്ക് മൊബൈലോ ബാക്കി കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു പണ്ടത്തെ സമയത്ത്, അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഒരാളോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു സമയത്തേക്ക് നമ്മൾ തിരിച്ചു പോയി ടൈം ട്രാവൽ മെഷീൻ വെച്ച് നമ്മൾ തിരിച്ചു പോയിട്ട് ആ ഒരു സമയത്ത് നമ്മൾ ജീവിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയമുള്ള പോലെ നമുക്ക് തോന്നും. എപ്പോഴും ജോലി ചെയ്യും. നമ്മൾ പകല് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ലേശം സമയം നമ്മൾ ആസ്വദിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സമയം പോകുന്ന പോലെ തോന്നും. നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒത്തിരി സമയം പോകുന്ന പോലെ തോന്നില്ല. അപ്പോൾ നമ്മൾ ഈ വൈകുന്നേരങ്ങളിലൊക്കെ എന്ത് ചെയ്യും? നമുക്ക് ഈ മൊബൈലോ ബാക്കി കാര്യങ്ങളോ ഒന്നും അന്നത്തെ കാലത്ത് ഇല്ലാത്തതുകൊണ്ട് അന്നുള്ളവർ എന്ത് ചെയ്യും? ആൾക്കാരോട് സംസാരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഞങ്ങളുടെ അവിടെയൊക്കെ കവലക്കിറങ്ങുക എന്നൊക്കെ പറയും. നമ്മളൊന്ന് കടയ്ക്കൊക്കെ പോവും. അങ്ങനെയൊക്കെയാണ്. കൂട്ടത്തിലുള്ളവരൊക്കെ സംസാരിക്കും. അങ്ങനെയൊക്കെ അവർ സമയം കളയും. ഈ സമയം കളയുക എന്നാണ് പറയുന്നത്. സത്യത്തിൽ അവർക്ക് ഉള്ള സമയത്തിനെ അവര് ഒന്ന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അവര് കൂട്ടത്തിൽ സംസാരിക്കുകയോ, കുടുംബത്തിൽ സ്പെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഡിവൈസസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ലാപ്ടോപ്സ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ടാബ്ലറ്റ്സ് ഉണ്ട്. എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും. ഒരു ഇന്റർനെറ്റ് കണക്ഷൻ പോലും ഇല്ലാത്ത ഒരാൾ പോലും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോ ഇപ്പൊ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 2 സെക്കൻഡ് കിട്ടിയാൽ, നമ്മൾ 2 മിനിറ്റ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഓടി ചെന്നിട്ട് നമ്മൾ ഇൻസ്റ്റ എടുക്കുന്നു, നമ്മൾ റീല് കാണുന്നു. അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മുടെ കയ്യിൽ നമ്മുടെ ഒരു മൊബൈൽ ഡിവൈസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യും? നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്യും. നമ്മൾ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യും. വാട്സപ്പിൽ നമ്മൾ സ്പെൻഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ സമയം നമുക്ക് വളരെ പെട്ടെന്ന് പോകുന്ന പോലെ തോന്നും. നമ്മളൊരു ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷനോ ഒരു ഫേസ്ബുക്ക് ആപ്ലിക്കേഷനോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിനകത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് യൂസേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയാസ് ആണ് ഈ പറയുന്ന ഫേസ്ബുക്കും ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമും ഈ പറയുന്ന വാട്സപ്പും എല്ലാം. അപ്പൊ ഇതിനകത്ത് ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. അപ്പൊ ഈ യൂസേഴ്സ് അവർക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റുകളും അവർക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറീസുകളും അവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ നമുക്കും അങ്ങനെ ചെയ്യാമല്ലോ, ഏതൊരു യൂസേഴ്സിനെ പോലെ. അപ്പൊ ഇത് കാണാനായിട്ട് നമ്മൾ നിർബന്ധിതരാകുക എന്നൊക്കെ നമ്മൾ പറയില്ല. കാര്യം നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിന്റെ സ്റ്റോറീസ്, നമ്മുടെ ഫ്രണ്ട്സ് ഇട്ട പോസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നു. പിന്നെ ഇതുപോലുള്ള റീൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ആ റീൽ കാണാനും ഒക്കെ നമ്മൾ കാണും. സത്യത്തിൽ ഇതെല്ലാം നമ്മൾ എൻജോയ് ചെയ്താണ് കാണുന്നത്. നമ്മൾ മൊബൈൽ ഡിവൈസ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആരും പറയില്ല ബോർ അടിക്കുന്നു എന്ന്. അപ്പൊ ഞാനിങ്ങനെ മൊബൈൽ സ്ക്രോൾ ചെയ്യുന്നെങ്കിൽ ബോർ അടിക്കുന്നു എന്ന് ഒരാളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അപ്പോ ഈ സംഭവം നമ്മൾ എൻജോയ് ചെയ്യുന്നത് കൊണ്ട് ഏതൊരു സംഭവത്തിനെയും ഈ ലോകത്ത് നടക്കുന്ന ഏതൊരു കാര്യത്തിനെയും നമ്മൾ എൻജോയ് ചെയ്താണ് അത് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ആ സംഭവം ബോർ അടിക്കില്ല. അത് ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു പാട്ട് കേൾക്കുന്നത് പോലും അത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സമയം, ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 3 മിനിറ്റ്, ഒരു 3.5 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റിന്റെ പാട്ടൊന്നും ഇപ്പൊ ഇല്ല. അതൊക്കെ പണ്ടത്തെ കഥ. അപ്പൊ ഒരു 4 മിനിറ്റ് പെട്ടെന്ന് അങ്ങ് പോകും. ഈ 4 മിനിറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, നമ്മളത് ഒന്നുകൂടെ കാണും. വീണ്ടും 4 മിനിറ്റ്. അപ്പൊ 8 മിനിറ്റ് പോയേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മൂവി ക്ലിപ്പ് കാണും. ഒരു മൂവി ക്ലിപ്പ് അല്ലെങ്കിൽ കുറച്ച് സീൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 14 മിനിറ്റ്, 20 മിനിറ്റ് ഒക്കെയാണ് ഒരു മലയാളം മൂവീസിന്റെ ഒക്കെ കുറച്ച് കോമഡി സീൻസ് ഒക്കെ കട്ട് ചെയ്ത് വരുന്നത്. അപ്പൊ ആ ഒരു 20 മിനിറ്റ് പോയി. അപ്പൊ മൊത്തത്തിലെ ഒരു മണിക്കൂറിന്റെ 20 മിനിറ്റ് നമ്മൾ അവിടെ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. നമ്മൾ കഴിക്കുമ്പോഴാണെങ്കിൽ, ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ടിവിയിൽ, നേരത്തെയൊക്കെ ടി വി നോക്കി നമ്മൾ ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പൊ കുറച്ച് ഡിസ്ട്രാക്ഷൻസ് നമുക്കുണ്ടാവും. നമ്മളൊരു വലിയ സ്ക്രീനിലേക്ക് നോക്കി അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ഇപ്പൊ സംഭവിക്കുന്നത് നമ്മുടെ തൊട്ട് കൺമുന്നിൽ നമ്മൾ ഈ മൊബൈൽ ഡിവൈസസ് വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുകയും നമ്മൾ ഓരോന്നൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ അറ്റൻഷൻ പെട്ടെന്ന് അതിലേക്ക് പോവുകയും നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുന്നു അറിയത്തില്ല, നമ്മൾ പെട്ടെന്ന് ഫുഡ്, ഇതെല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിച്ച് തീരുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. നമ്മൾ കൈ കഴുകാതെയൊക്കെ കുറച്ച് നേരമൊക്കെ ഇരിക്കും നമ്മൾ ഈ മൊബൈലിന് മുമ്പിൽ. അതെല്ലാം നമ്മൾ എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലാതെ ഭൂമിയുടെ കറക്കത്തിൽ എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ ഭൗമാന്തരീക്ഷത്തിൽ എന്തെങ്കിലും ഭൂഗർഭ ജലാശയങ്ങൾ ഉണ്ടാവുക അങ്ങനെ പറയുന്ന ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. സത്യത്തിൽ നമ്മൾ ഇത് എൻജോയ് ചെയ്യുന്നുള്ളതുകൊണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ പണ്ടുള്ളവരൊക്കെ പറയും, ഇപ്പൊ പണ്ടത്തെ കാലമായിരുന്നു സ്വർഗം, പണ്ടായിരുന്നു അതുണ്ടായിരുന്നു. സത്യത്തിൽ പണ്ടത്തെ കാലത്ത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഈ മൊബൈൽ ഡിവൈസുകളോ, ഒരു സ്ഥലത്ത് ഒരാൾ പോയി കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ
ഇപ്പം ഞാനൊരു സ്ഥലത്ത് പോയെന്നിരിക്കട്ടെ, ഞാൻ ജീവിക്കുന്ന ഒരു 970 അല്ലെങ്കിൽ 960 ഇരിക്കട്ടെ. ഞാനൊരു വീട്ടിൽ പോയി. എൻ്റെ ബന്ധുവിൻ്റെ ഒരു വീട്ടിൽ പോയി. അപ്പം ഞാൻ എന്തെങ്കിലും അവിടുന്ന് പോരാൻ നേരത്ത് ഞാൻ എന്തോ എൻ്റെ ഒരു വിലപ്പെട്ട സാധനം ഞാൻ അവിടെ മറന്നു വെച്ചു. എന്തെങ്കിലും ഡോക്യുമെന്റ് എന്തെങ്കിലും, വസ്ത്രങ്ങളോ എന്തെങ്കിലും. അപ്പൊ ഈ മറന്നു വെച്ച സാധനം ഞാനത് മറന്നു എന്ന് ഞാൻ അറിയണമെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് ഒരു പകുതി വഴിയെങ്കിലും എത്തിക്കാണും. അപ്പം നമ്മൾ ഇത് നോക്കുമ്പം ഇതിനകത്ത് നമ്മുടെ സാധനം കാണില്ല. അന്ന് ഈ വണ്ടിയും സൗകര്യങ്ങളും കുറവാണല്ലോ. അപ്പോൾ ഈ സാധനം കാണില്ല എന്നറിയുമ്പോഴാണ് അപ്പം നമ്മൾ വീണ്ടും തിരിച്ചു പോകണം ഈ സാധനം എടുക്കാനായിട്ട്. പക്ഷെ ഇന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ഈ മൊബൈൽ ഡിവൈസ്, നമുക്ക് കണക്ഷൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വിളിക്കാം. മൊബൈൽ എടുക്കുന്നു, വിളിക്കുന്നു, ഇന്ന സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്, ഇത് എടുത്തില്ല, ഓക്കെ, നമ്മൾ 2 സ്റ്റെപ്പ് അങ്ങോട്ട് പോയിട്ടേ കാണത്തുള്ളൂ. ഉടനെ നമുക്ക് തിരിച്ചു വന്ന് ഈ സാധനമൊക്കെ എടുക്കാൻ പറ്റും. അപ്പം ഓരോ കാലത്തിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ടായിരുന്നു. പക്ഷേ ടെക്നോളജി വളരുന്ന ഒരു സമയത്ത് അഡ്വാൻറ്റേജസ് ആയിരിക്കും കൂടുതൽ. ഒരു 80% അഡ്വാൻറ്റേജസും 20% ഡിസഡ്വാൻറ്റേജസും ആയിരിക്കും ഏറ്റവും കൂടുതൽ. കാര്യം ടെക്നോളജി നമുക്ക് എപ്പോഴും മനുഷ്യന് ഹെൽപ്ഫുൾ ആയിട്ടാണ്. ഓരോ മനുഷ്യനെയും എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് ടെക്നോളജി വളരുന്നത്. ഈ പറയുന്ന പോലെ റോബോട്ടിക്സ് നമ്മൾ വലിയ പേടിപ്പിക്കുന്ന പോലെ ഇത് മനുഷ്യന്റെ അന്തകനായി മാറുന്ന സെറ്റപ്പ് ഒന്നുമല്ല. മനുഷ്യന് പറ്റുന്ന രീതിക്കാണ് ഇത് എപ്പോഴും ബിൽഡ് ചെയ്യുന്നത്. മനുഷ്യന്റെ മണ്ടേ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യനാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് അതിനെ റെഗുലേറ്റ് ചെയ്യാനും മനുഷ്യന് വേണമെങ്കിൽ പറ്റും, റെഗുലേറ്റ് ചെയ്യാതിരിക്കാനും പറ്റും. പറഞ്ഞു വന്നത് നമ്മൾ വിഷയത്തിൽ തെന്നി മാറുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഭൂമിയുടെ കറക്കത്തിന് ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ സമയം അവിടെ തന്നെയുണ്ട്. 24 മണിക്കൂർ എപ്പോഴും 24 മണിക്കൂറായിട്ട് തന്നെയുണ്ട്. നമ്മൾ ആ ദിവസത്തിനെ എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു സമയം പോകുന്നതായിട്ട് തോന്നാത്തത്. അപ്പൊ ബൈ.